അത് ജോണർലെസ് ആണ്. അതുകൊണ്ട് തന്നെ ജോണർ എടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളൊരു ഒരു കെട്ടുകഥ, ഇപ്പോൾ നമ്മളൊരു അമർചിത്ര കഥ വായിക്കുന്നത് പോലെ ഉള്ളൊരു കഥയാണ്. അപ്പോൾ ആ കഥയ്ക്ക് നമ്മൾ അതൊരു ത്രില്ലറാണ്, അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല, ആ കഥ പറയുക എന്നുള്ളതാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല, ആ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. അതിനൊരു കാലം പറയുന്നില്ല. ഇപ്പോ നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ടൈമും ഒരു നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ്, പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് ഈ കഥ നടക്കുന്നത്. ഒരു കഥയാണ്, അപ്പൊ അത് ഉറപ്പായിട്ടും പറയാം. ലാലേട്ടാ, ഇപ്പം ശിവചേട്ടനൊക്കെ പറഞ്ഞതുപോലെ പ്രതിഭയും പ്രതിഭാസവും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുകയാണ്. ഇതാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ലിജോ എന്ന് പറയുന്ന സംവിധായകൻ വലിയ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംവിധായകൻ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സിനിമ. ലാലേട്ടനെ സംബന്ധിച്ചോളം ലിജോ ചേട്ടനുമായിട്ട് കൂടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോൾ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ്. അതെങ്ങനെയായിരുന്നു ലാലേട്ടൻ ഉൾക്കൊണ്ടുപോയത്? ലാലേട്ട ഷിബു പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാസവും ഒക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇദ്ദേഹം കൂടെ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടം വാക്കുകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട്. നേരത്തെ ചോദിച്ചാൽ ഇതിന് ഒരു എന്താണ് ഒരു സ്ഥലത്ത് നടന്നൊരു കഥ, ഒരു അമർചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ. അപ്പൊ അതില് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനുകള്, കോസ്റ്റ്യൂമ്, കാര്യങ്ങള് എല്ലാം വരുമ്പോഴാണല്ലോ ഒരു കഥാപാത്രമായി മാറുന്നത്. അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകാം. അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്ത് തരും. നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ ഊന്നിയിട്ടുണ്ട്. അതിന്റെ ക്യാമറ ആയാലും അതിന്റെ കോസ്റ്റ്യൂം ആയാലും അതിന്റെ മ്യൂസിക് ആയാലും റീറെക്കോർഡിംഗ് ആയാലും അതിന്റെ കാസ്റ്റിംഗ് ആയാലും ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും ബന്ധപ്പെട്ടത്. അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയ ഒരു കഥയല്ല, ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു. ആരാണ് ചോദിക്കുന്നത്? ആ ചോദിച്ചോളൂ. മോഹൻലാൽ ലിജോ പല്ലിശ്ശേരി കൂട്ടുകെട്ടിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന ഈ സിനിമ കാണാനിരിക്കുന്ന പോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, മോഹൻലാൽ പുതിയ കാല സംവിധായകരോടൊപ്പം പുതിയ പ്രമേയങ്ങളും പുതിയ രീതിയിൽ സിനിമ കാണുന്നവരോടൊപ്പം വരാൻ പോകുന്നതിന്റെ തുടക്കമായിരിക്കാം മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നുണ്ട്. ആ രീതിയിലേക്ക് പുതിയ കഥയല്ല, പഴയ കഥയായിരിക്കാം. എന്നാലും പുതിയ രീതിയിൽ സിനിമ സമീപിച്ച ഒരാളാണ് അദ്ദേഹം. അതിലേക്ക് നമ്മളും ബ്ലെൻഡായി എന്നുള്ളതാണ്. അതായത് ഈ കമന്റിന് ഇതൊരു തുടക്കമായി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത സിനിമ ഇത് കഴിഞ്ഞിട്ട് വേറെ സിനിമ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ്, അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും. നമുക്കും കൂടെ താല്പര്യം പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കൂടെ ഇഷ്ടം, നമുക്കും തെറ്റുകൾ പറ്റാം. നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായിരുന്നില്ല. പക്ഷെ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും. അത്തരത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോവുകയാണ്. അപ്പൊ ആ ഒരു പെടൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടൊരു നല്ല സിനിമ. അതുകൊണ്ട് ഇനി വരുന്നതെല്ലാം മറ്റേ മലൈക്കോട്ടെ വാലിബൻ പോലെയുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അല്ല ഞാൻ നാളെ എണീറ്റ് മലൈക്കോട്ടെ വാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ. ഇറ്റ് ഹാസ് ടു കം ടു മീ. അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചോയ്സ് ഒന്നുമില്ല, നമുക്ക് വരുന്നത് ചെയ്യണം. പക്ഷെ അതില് നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്ന ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. അപ്പൊ ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്. PS റഫീഖിന്റെ കൂടെയുള്ള മൂന്നാമത്തെ സിനിമയാണ്. ഇപ്പം നായകനാണെങ്കിലും അമ്മേനാണെങ്കിലും അതിനകത്തൊരു മിത്ത് അല്ലെങ്കിൽ വളരെ റിയാലിറ്റിയിലെ ഒരു മിത്ത് കലർന്നുള്ള പ്രസന്റേഷൻസ് ആണ് ഈ രണ്ട് സിനിമയിലും ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ സിനിമയിലും അങ്ങനെ ഒരു ഫോക്ലോർ, നമുക്കിപ്പോൾ വാലിബന്റെ ഫസ്റ്റ് പോസ്റ്ററിൽ തന്നെ ആ ഒരു കാലിന്റെ വലുപ്പവും ഒക്കെ വരുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ PS റഫീഖും
ലിജോ പല്ലിശ്ശേരിയും കൂടുമ്പോൾ നിങ്ങളുടെ ഈ മിത്ത് എലമെന്റുകൾ ഇങ്ങനെ ആവർത്തിച്ചു വരാനുള്ള ഒരു കാരണം എന്താണ്? രണ്ടുപേർക്കും പറയാം. ഞങ്ങൾ അത്തരം ഈ കഥകളില് ഒരുപാട് ഭ്രമിക്കുന്ന ആൾക്കാരാണ്. അത്തരം കഥകൾ കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ റഫീഖിന്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് റഫീഖിന്റെ വൊക്കാബുലറി, റഫീഖ് എഴുതുന്ന വരികൾ. ഇപ്പോൾ ഇതിനകത്ത് 3-4 പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെയാണ്. പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും അറേഞ്ച്മെൻറ്റുമാണ് പ്രശാന്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ ഒരാളെ എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള, എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റഫീഖ്. അതുകൊണ്ട് തന്നെ പുള്ളി ഒരുമിച്ച് ഇതിനെപ്പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. അത്രേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ കറക്റ്റ്. ഞങ്ങള് അങ്ങനെയുള്ള കഥകൾ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. വളരെ നേരത്തെ തുടങ്ങി. ഞാൻ ലിജോയെ പരിചയപ്പെടുന്നത് തന്നെ 20 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട്. അന്നാണ്ട് ആ കാലം മുതൽ തന്നെ ഞങ്ങൾ അങ്ങനെയുള്ള കഥകൾ കേൾക്കാനും, ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സാധനം കൊണ്ടാണ് ഈ റിയാലിറ്റി. അപ്പൊ അതിന് ഉള്ള ഒരു എസ്കേപ്പും കൂടിയാണ് അത്തരം കഥകൾ എന്തെങ്കിലും പറയലോ ഒക്കെ. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ മലയക്കോട്ടെ വാലിബൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു പഞ്ചാണ്, രോമാഞ്ചം എന്നൊക്കെ പറയും. അപ്പോ ഇറ്റ് സെൽഫ് നിങ്ങൾ 2 പേരും 2 ബ്രാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രൂ ഔട്ട് ഈ കരിയറിൽ. അത് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ഒരു വലിയ ഹൈപ്പാണ്. സോ പോസ്റ്ററിലും ആ ഹൈപ്പ് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അണിയറ പ്രവർത്തകരും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സിനിമയിൽ അണിയറ പ്രവർത്തകർക്കുള്ള ഒരു വലിയ വിശ്വാസമാണ് ഈ ഹൈപ്പ് ഇറ്റ് സെൽഫ് ക്രിയേറ്റ് അവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് പാളിപ്പോയ സിനിമകളിൽ പ്രേക്ഷകർ ഇത്ര ഹൈപ്പ് വിചാരിച്ചതാണ് പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് ഉണ്ട്. അപ്പൊ ഈ ഹൈപ്പിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദ്യം. അതായത് ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പോസ്റ്റർ ഇറക്കുന്നു അല്ലെങ്കിൽ ഒരു ടീസർ ഇറക്കുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന ആ സിനിമയെ സംബന്ധിച്ച ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഹൈപ്പുമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ വിടാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് നോർമലി ഉണ്ടാവുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ എത്ര തടഞ്ഞു വെച്ചാലും അതിന് ഉണ്ടാവും. അപ്പൊ അത് ഓക്കെ, ഞങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ്. അത് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അതുപോലൊരു തരത്തില് ആളുകൾ അതിലേക്ക് എത്തണം, തിയേറ്ററിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് തന്നെയാണ് ആ ഹൈപ്പ്. ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. മോഹൻലാലും ലിജോയും ചേരുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് ആ ഉത്തരവ് അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് അതിനെ വീക്ഷിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്തമാണ്. പക്ഷെ അതിന്റെ ആ 2 പേരുടെയും സ്ട്രെങ്ത് എന്താണെന്നും എല്ലാം അറിയാം. അതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് മിസ്റ്റർ ശിവ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. കാര്യം ഞാനൊരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏത് സിനിമയായാലും സിനിമ പല മീഡിയത്തിൽ ഇപ്പോൾ കാണാം. പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു വാശിയങ്ങളുണ്ട്. കാര്യം അതിനു വേണ്ടിയിട്ടാണ് ഈ 1 വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത്, അല്ലേ? അത് നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ അത്രയും ക്യാമറ വർക്ക് ആയാലും അതിന്റെ മ്യൂസിക് ആയാലും അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന സാധനമില്ലല്ലോ. അത് നന്നാകാം, മോശമാകാം. പക്ഷെ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ.
ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറും എന്നുള്ളതല്ല. പക്ഷെ ഇതില് നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ ഞങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് കാര്യം. ഇതിന്റെ ഒരു പോസിബിലിറ്റി അത്രയാണ്. നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടായി എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല. നമ്മൾ വർക്ക് ചെയ്ത ഒരു ടെറയിലും കാര്യങ്ങളും അതിന്റെ മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഹൈപ്പ്, പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രേക്ഷകന്റെ പ്രതീക്ഷ എന്താണെന്ന് അതൊരു അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെ ആയാൽ പോലും സഹിക്കും. അതിൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവർ സഹിക്കില്ല. പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഈ സിനിമ നല്ല സിനിമയായിരിക്കും. അതുകൊണ്ട് മെസ്സേജ് ഇതാണ്: ഒരു മുൻവിധിയോടും കൂടി ഈ സിനിമയെ സമീപിക്കരുത്. തുറന്ന മനസ്സിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങളുടെ എത്തുക. ശിവചേട്ടാ, ശിവ സാർ ഇവിടെയാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, മന്ത്രിയായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തോറ്റിരിക്കുന്നത്. അല്ല, തോൽവിയും പരാജയവും സിനിമ പോലെ തന്നെയാണ്. രാഷ്ട്രീയവും തോൽവിയും പരാജയമൊക്കെ ഒരുപോലെയാണ്. പക്ഷെ ലിജോ ചേട്ടൻ്റെ അടുത്തോ ലാലേട്ടനോടോ ചോദിച്ചാൽ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെ കുറിച്ച് പറയാത്ത 2 കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഒന്നാമത്, ലിജോ ചേട്ടൻ എല്ലാം ഒളിച്ചു വെച്ചാണ്, ഒരു സസ്പെൻസും പുറത്തു വിടില്ല. അത് എന്ത് കുത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ള 100% ഉറപ്പുള്ളതാണ്. നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രഹസ്യം പരസ്യമായിട്ടാണ് ചോദിക്കുന്നത്. അതല്ല, അതൊക്കെ രഹസ്യമായിട്ട് വന്ന് ചോദിച്ചാൽ എത്ര നാളുകൂടെ ഇങ്ങനെ ഒന്ന് ഇരിക്കണമെന്ന് തന്നെ ആലോചിക്കുന്നത്. നമുക്കവിടെ പടം ഇറങ്ങിയപ്പോൾ ഇരിക്കാൻ പറ്റില്ല. ലാലേട്ടന്റെ പടത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണം എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടതിന് ശേഷം. അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത്, പിന്നീടാണ് വരുന്നത്. അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷിബു എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, സിനിമാ പ്രവർത്തകൻ എന്ത് പറയും? എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. കള്ളം പറയല്ലെന്നേ ഉള്ളൂ, എല്ലാ സത്യവും വിളിച്ചു പറയണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. അതൊക്കെ അല്ലേ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. അതിപ്പോ നേരത്തെ മുൻകൂട്ടി പറഞ്ഞാൽ പിന്നെ സർപ്രൈസ് ഉണ്ടോ? സിനിമ കണ്ടതിന് ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുമായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ ചോദിച്ചത്? അല്ല, അത് തന്നെയാണ് കണ്ടിട്ട് പറയാം ഇതിന് വേണം, സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടോ എന്നുള്ളത്. അതെ, അല്ല, ഫസ്റ്റ് തന്നെ വേണം എന്നുള്ളത് ചോദിക്കാം. പിന്നല്ലേ സെക്കൻഡ് എന്തായാലും വേണമല്ലോ. ചേച്ചിയുടെ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അല്ല, പരസ്യമായിട്ട് താങ്കൾ ചെയ്ത സിനിമകളല്ല, നമുക്കറിയാം അവാർഡ് മൂവി പോലെ ചെയ്യുന്നുണ്ട്. അത് ഫെസ്റ്റിവലിലാണെങ്കിലും ഹൗസ്ഫുൾ ആവുന്നു. ആ സിനിമകൾ തന്നെ തിയേറ്ററിലും വലിയ ഹൗസ്ഫുൾ ആവുന്നു. വലിയൊരു മാജിക്കാണ് താങ്കൾ. അത് പ്രേക്ഷകർ താങ്കൾക്ക് എന്നൊരു സ്നേഹമാണ്, ഒരു ബഹുമാനമാണ്, ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു. മമ്മൂക്കായിൽ നിന്നും നേരെ ലാലേട്ടനിലേക്ക് അതെന്താണ് അങ്ങനെ? മമ്മൂക്ക കഴിഞ്ഞു പറയാം, ലാലേട്ടൻ ഇങ്ങനെ ഒരു യാത്രയുണ്ട്. ഈ മാജിക്കുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഇത് ഇപ്പോ ശിവചായന്റെ അടുത്ത് ചോദിച്ചറിയാം. ഇത് ഇങ്ങനൊരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലുമല്ല. അത് ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് വന്ന് ഭവിക്കാന്ന് പറയില്ലേ, അതുപോലെ സംഭവിച്ചൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല. ലിജു ചേട്ടന്റെ എല്ലാ ചിത്രങ്ങളിലും ഒരു എക്സ്പെരിമെന്റൽ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ടാവുമല്ലോ. ഈ മലയക്കോട്ടെ വാലിബനെയും അത്തരത്തിൽ തന്നെയാണോ സമീപിച്ചത്? കുറച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് മോഹൻലാൽ എന്ന നടൻ ഒരു ചെറിയ നടനാണെന്നും കൂടെയുള്ള ആളാണ് വലിയ നടനെന്നും പറഞ്ഞൊരു ബോധ്യം ഉണ്ടാക്കുകയും അതുവഴി ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുകയും സീൻ നന്നാക്കുകയും ചെയ്യുന്ന ആളാണ് മോഹൻലാൽ. ഇപ്പൊ മലയക്കോട്ടെ വാലിബനില് കുറെ കാലം ട്രാവൽ ചെയ്യാൻ സാധിച്ചല്ലോ മറ്റു സിനിമകളെ അപേക്ഷിച്ച്. ആക്ടിങ് ജീവിതത്തിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങൾ മലയക്കോട്ടെ വാലിബനിൽ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ലാലേട്ടന്റെ കൂടെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 5-6 സിനിമകളായിട്ടുള്ളതാണ്. എല്ലാ ഭാഗങ്ങളിലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാള്. കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാട് ധാരാളമുള്ള നമ്മൾ വളരെ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പാഠപുസ്തകം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ സമീപിക്കാറ്. അപ്പൊ അതിൽ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഘടകം വിഷ്ണു ചോദിച്ചുകൊണ്ട് പറയുകയാണ്, പഠിക്കുക, മറക്കുക, ചെയ്യുക എന്നൊരു രീതിയാണ് ലാലേട്ടൻ ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അധികം ആളുകളും ആക്ടേഴ്സ് പൊതുവെ പഠിക്കുക, ഓർമ്മിക്കുക, അങ്ങനെയാണ് പോകാറുള്ളത്. അപ്പൊ അവര് അവിടെ അതിൽ തന്നെ നിൽക്കുക, സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെയാണ്. മറിച്ച് പഠിക്കുക,
മറക്കുക ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ലാലേട്ടൻ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത വല്ലാതെ അദ്ദേഹം ചെയ്യുമ്പം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു. അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു ശ്രമം. സാമ്യം തോന്നാത്ത ലെവലിലാണ് ഓരോ ചിത്രങ്ങളും. അതെല്ലാം തന്നെ മലയാള സിനിമയിൽ വലിയൊരു മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ലാലേട്ടൻ തന്നെ പറഞ്ഞു ഇത് ഇന്ത്യൻ സിനിമയെ കണ്ടിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കും. മലയക്കോട്ടെ വാലിബൻ ഇന്ത്യൻ സിനിമ മേക്കിങ്ങിൽ ഒരു മാർക്കാവും. അല്ല, അത് ഒരിക്കലും ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കില്ലേ? അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നാച്ചുറലി സംഭവിക്കട്ടെ. അത് ആളുകൾ കണ്ട് അവര് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ. ഞാൻ ഒരിക്കലും എന്റെ വർക്ക് കഴിയുമ്പോ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഇത്തരം സിനിമകൾ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിനിമ ചെയ്യണം എന്ന് തോന്നിപ്പിച്ചത്? ഞാൻ ഇത്തരം പറഞ്ഞാല് ഈ ഒരു ടെറൈന്, ഈ ഒരു കോസ്റ്റ്യൂമ്, ഈ ഒരു പ്രസന്റേഷന് അങ്ങനെയാണല്ലോ. ഈ കഥ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ് അല്ലെ. മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ്, ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. എല്ലാവിധ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ്. അതിനെങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ സർപ്രൈസ്. പിന്നെ തീർച്ചയായിട്ടും അതില് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം, ഇല്ലാതാകാം. അതാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അതിപ്പോ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് അയ്യോ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ. നിങ്ങളും പിന്നെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ്. ഞാൻ കാണുന്ന പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത്. അപ്പൊ നിങ്ങളാണ് അതിന്റെ അഭിപ്രായം പറയേണ്ടത്. ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ്. അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശമെന്ന് പറയും. പക്ഷെ 1000 പേരിൽ 800 പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ 800 പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ നിങ്ങൾക്ക് തരുന്നത്. സമയപരിധി തന്നെ നമ്മളുടെ പ്രസ് മീറ്റ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ സഹകരിച്ച നമ്മളുടെ എൻറ്റയർ ടീമിനും അതുപോലൊപ്പം തന്നെ മീഡിയ പ്രവർത്തകർക്കും ഈ ഒരു അവസരത്തിൽ